രേണുസുധിയുടെ കാര്യമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിവാദമെന്ന് പറയുന്നത് ഇതാണ്. രേണുസുധിയെക്കുറിച്ച് ബിനു അടിമാലി പറഞ്ഞതും അതുപോലെ തന്നെ രേണുസുധിയുടെ പുതിയ സബ്സ്ക്രിപ്ഷൻ അല്ലേ, മെമ്പർഷിപ്പ്, ആ മെമ്പർഷിപ്പ് എടുത്ത് ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു. ആ മെമ്പർഷിപ്പിൽ കയറിയ ഏതോ ഒരു യൂട്യൂബർ ചെറിയൊരു പണി കൊടുത്തു. അതിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പബ്ലിഷ് ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പം രേണുസുധി അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവാമെന്നും പറഞ്ഞ് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് നടന്നു പോകുന്നു. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ആദ്യം നമുക്ക് ബിനു അടിമാലി എന്താണ് പറയുന്നത് നോക്കാം. എല്ലാം നല്ലതാവട്ടെ, എല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ചെയ്യണതും. എല്ലാം ജീവിക്കാൻ വേണ്ടിയല്ലേ, ജീവിക്കട്ടെ. ബിനു അടിമാലി വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ബിനു അടിമാലി ഈ സാധാരണ രീതിക്ക് അങ്ങ് പറഞ്ഞു പോയി. നല്ല രീതിയിൽ വിമർശനം വരുമ്പോഴല്ലേ സത്യത്തിൽ എന്താണ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് പലർക്കും അറിയത്തില്ലായിരിക്കാം, ഒത്തിരി പേർക്ക് അറിയായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ. ഇപ്പോൾ ഒരുപാട് ലൈവ് സ്ട്രീമിങ് നടക്കുന്നുണ്ട്. അതിലെല്ലാം ലേഡീസ് ഒള്ളിയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ന്യൂഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുവഴി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ലൈവായിട്ട് ഷോകളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഊഹിച്ചോ എന്തും നടക്കും. അങ്ങനെയുള്ളൊരു സംവിധാനം ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. അത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാത്തിലും നടക്കുന്നുണ്ട്. ഒത്തിരി സംവിധാനങ്ങൾ, സംഭവങ്ങൾ, മറ്റു രീതിക്കുള്ള സംഭവങ്ങൾ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ അതൊക്കെ ഇവിടെ പച്ചയ്ക്ക് നടക്കുകയാണ്. പച്ചയ്ക്ക് പറഞ്ഞ വ്യഭിചാരം തന്നെ. ഇപ്പോൾ ഈ രേണുസുധിയുടെ കേസ് എടുത്ത് നോക്കുക. രേണുസുധിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഒരു യൂട്യൂബർ കയറി ഈ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് രേണുസുധി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാതെ. വീഡിയോ എല്ലാവരും കണ്ടു നോക്കാം. ഈ രേണുസുധി പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കായിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറേ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ ഇതാണ് സംഭവം. രേണുസുധിയുടെ മെമ്പർഷിപ്പ് എടുത്ത ഒരാൾ കൊടുത്ത ഒരു പണി. ഞാൻ ചോദിക്കട്ടെ, ഈ ഇങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോകൾ ചെയ്യാനും ഫോട്ടോകൾ കാണിക്കുന്ന ഈ വെമ്പൽ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഈ പൈസയും വാങ്ങി മെമ്പർഷിപ്പും കൊടുത്ത് അവനത് ഫോട്ടോ എടുക്കും, ചിലപ്പം അവനത് റെക്കോർഡ് ചെയ്യും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കും. ഇത്രയും നാണവും മാനവും ഒക്കെ ഉണ്ടെങ്കിൽ പരിപാടിക്ക് പോകേണ്ട കാര്യമുണ്ട്. ഈ മെമ്പർഷിപ്പ് എല്ലാവർക്കും അറിയുന്നത് പോലെ വൃത്തികെട്ടൊരു സംഭവമെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ആണുങ്ങൾ മുഴുവൻ ഇത് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും 1% ആളുകൾ ഈ മെമ്പർഷിപ്പ് എടുത്ത് ഈ പെണ്ണുങ്ങളുടെ പുറകെ ഇത് കാണാൻ വേണ്ടി പോകുന്നു. അതവിടെ ഇരിക്കട്ടെ, അതൊരു ബിസിനസ്സിൻ്റെ ഭാഗം. അതുതന്നെ ഒരാളൊരു മെമ്പർഷിപ്പ് തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയല്ലേ, ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം അയാൾ കോപ്പി എടുത്തു, അതിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ ചെയ്തു, റിയാക്ഷൻ ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ റിയാക്ഷൻ ചെയ്ത എല്ലാവർക്കും എതിരെയാണ് രേണുസുധി കേസ് കൊടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞത്. പുള്ളിക്കെതിരെ റിയാക്ഷൻ ചെയ്ത് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും എതിരെ, ചിലപ്പോൾ എനിക്കെതിരെയും വരും. ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഈ രേണുസുധിയെ ഇത്രമാത്രം പോപ്പുലാരിറ്റിയിൽ എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഈ യൂട്യൂബർമാരാണെന്ന് പറയാം. കാരണം യൂട്യൂബർമാർ എന്ത് ക്വാളിറ്റിയാണ് ഈ രേണുസുധിക്കുള്ളത്? പ്രത്യേകിച്ച് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഈ പെണ്ണുമ്പിള്ളയെ ഇത്രയും ഈ ഒരു പൊസിഷനിലേക്ക്, എന്തെങ്കിലും പൊസിഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കും, കളിയാക്കുമായിരിക്കും. ഇവർക്ക് ഒരു ഉദ്ഘാടനമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമല്ലേ. ഇപ്പോൾ ഇന്നോ നാളെയോ പുള്ളിക്കാരി UAE ഗൾഫിലോ എവിടെയോ ഒരു ചെമ്പരത്തിയോ ഏതോ ഒരു ബാറിൻ്റെ ഉദ്ഘാടനത്തിന് പോകാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടം വരെ ആ പെൺകുട്ടിക്കൊരു വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. അവരവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ, അവിടെ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരുപാട് വിദേശ യാത്രകൾ ഈ പെൺകൊച്ചിന് വല്ല സൗന്ദര്യമുണ്ടോ? കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിൽ പോലും അതിനെ തേടി ഇതൊക്കെ വരുന്നുണ്ട്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയതും ഇവർ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായത്. അതിനുശേഷം ഉണ്ടായ പെട്ടെന്നൊരു സുധിയേട്ടൻ്റെ ആ പേരും വെച്ച് പെട്ടെന്നൊരു വളർച്ച, അത് കാണിച്ചു കൂട്ടുന്നത് ശരിക്കും അഴിഞ്ഞാട്ടങ്ങളാണ്. ഇന്നും മെമ്പർഷിപ്പ് എടുത്ത ആളുകളിൽ മറ്റു രീതികളിലൂടെയൊക്കെയാണ് നോക്കിക്കാണുന്നത്. അതും മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ രേണുസുധി ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും പച്ചയായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഏതന്നെ ആയിരിക്കും അവിടെ നടക്കുക. കാരണം മിക്ക
ഇപ്പോൾ യൂട്യൂബർ തുടങ്ങുന്ന ഒരുപാട് പേര് മെമ്പർഷിപ്പ് ഇങ്ങനെ മോണിറ്റൈസ് ആയ ചാനലുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇതൊരു വൃത്തികേടല്ലേ? ഈ പെണ്ണുങ്ങൾ കൊല്ലസുതിയുടെ പേരും കളഞ്ഞു. ആ പിള്ളേരെ ഒന്ന് മര്യാദയ്ക്ക് നോക്കിക്കോടെ, അത് നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരെ. അപ്പം നിങ്ങൾ ചോദിക്കും അവർക്ക് ആര് വരുമാനം കൊടുക്കുമെന്ന്. ഇങ്ങനത്തെ കോമാളിത്തരം കാട്ടി ഇത്രയും വൃത്തികേടുള്ള ഷോർട്ട് ഫിലിമുകളും അല്ലെങ്കിൽ ചെറിയ പിള്ളേരോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ കണ്ടുവച്ചാൽ നാണിച്ചു പോകുന്ന രീതിയിലുള്ള കിടപ്പറ സീനുകളായാലും ഇതൊക്കെ ഇതിനൊന്നും ഒരു സെൻസർ ചെയ്യാനും സംവിധാനം ഇല്ലെന്നുള്ളതാണ്. എന്തൊരു വൃത്തികേടുകളാണ് കാണിച്ചു കൂട്ടുന്നത്. ഇത്രയും തെമ്മാടിത്തരത്തിനും ഇതിനെതിരെ പ്രതികരിക്കാൻ ആരുള്ളൂ. ഇവളെ എന്നാ പറയണ്ടേ കെട്ടി എഴുന്നള്ളിച്ച് ബാർ ഉദ്ഘാടനത്തിനൊക്കെ UAE കൊണ്ടുപോകാനും ഇവളി കോമാളിത്തരം കാണാൻ ഇപ്പോൾ ആളുകൾക്ക് ഇത് മതി. ഈ കോമാളികളെയാണ് കംപ്ലീറ്റ് ആളുകൾക്ക് മതി. ഈ ആറാട്ടണ്ണനെയും അലക്സി പെരേഡയും എന്നൊക്കെ പറഞ്ഞവനെ പോലെയുള്ള കോമാളികളെയും കോമാളി വേഷം കിട്ടുന്നവരുമായി ഈ സമൂഹത്തിന് വേണ്ടെന്ന് തോന്നുന്നു. അതുപോലെ റീച്ച് അവരുടെ വീഡിയോകൾക്ക്. അതിനുവേണ്ടി തന്നെ ഇവരുടെ പുറകെ വാലാട്ടിപ്പട്ടികളെ പോലെ ഒരുപാട് പേര് നടക്കുന്നുണ്ട് മണപ്പിച്ച്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തെല്ലാം വൃത്തികേടാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇതിനൊന്നും ആരും പ്രതികരിക്കാനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുപിട്ടാം. ഓക്കെ, ബൈ.